ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലെ വൈഫൈ എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെ ഫോണിൽ വൈഫൈ സംബന്ധമായിട്ടുള്ള എന്ത് ഇഷ്യൂസ് വന്നാലും എന്ത് പ്രശ്നം വന്നാലും നമ്മൾ വൈഫൈ റീസെറ്റ് ചെയ്യുന്നതോടുകൂടി അത് ചിലപ്പോൾ റെഡിയാക്കി എടുക്കാം. 90% നമുക്ക് വൈഫൈ സംബന്ധമായ ഇഷ്യൂസുകൾ റീസെറ്റ് ചെയ്യുന്നതോടുകൂടി ശരിയാക്കാം. അതിനായിട്ട് നമ്മുടെ ഫോണിന് ഫാക്ടറി റീസെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ വൈഫൈ മാത്രമായിട്ട് റീസെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് മുകളിൽ ഒരു സെർച്ച് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, റീസെറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റീസെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും റീസെറ്റിൻ്റെ ഒരുപാട് റീസെറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങൾ വന്നിരിക്കാൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നെറ്റ്വർക്ക് സെറ്റിങ്സ് റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുക എന്നുള്ളതാണ്. ഒരിക്കലും നിങ്ങൾ ഫാക്ടറി ഡേറ്റ റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകില്ലേ, അല്ലെങ്കിൽ ഫോൺ റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകരുത്. നിങ്ങൾ എടുക്കേണ്ടത് നെറ്റ്വർക്ക് സെറ്റിംഗ് റീസെറ്റ് എന്നോ അല്ലെങ്കിൽ കണക്ടിവിറ്റി സെറ്റിംഗ്സ് റീസെറ്റ് എന്നോ പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലേക്ക് പോകുക, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ വൈഫൈ, മൊബൈൽ ഡാറ്റ, ബ്ലൂടൂത്ത് തുടങ്ങിയ ഈ മൂന്നും നമുക്ക് ഒന്നിച്ച് റീസെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ താഴെ നിങ്ങൾക്ക് ഫോൺ റീസെറ്റ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. താഴെ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ പാറ്റേൺ ലോക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഏതാണ് സ്ക്രീൻ ലോക്ക് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ ചോദിക്കും. അത് ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഒരു കൺഫർമേഷൻ ചോദിക്കും. നിങ്ങൾ അതിൽ ഓക്കെ കൊടുക്കുക. അങ്ങനെ ഓക്കെ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ നെറ്റ്വർക്ക് സെറ്റിംഗ്സ് റീസെറ്റ് ആയി കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ, വളരെ അധികം സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലെ കണക്ടിവിറ്റി റീസെറ്റ് ആവും. അതിനുശേഷം നിങ്ങൾ വൈഫൈ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വൈഫൈ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ പൂർണ്ണമായും മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ല, മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഹാർഡ്വെയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. അത് ഷോപ്പിൽ കൊടുത്ത് മാത്രമേ നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും വൈഫൈ പാസ്വേഡുകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്വേഡ് പോകും. നിങ്ങൾ ഒന്നേന്ന് പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം വൈഫൈ റീസെറ്റ് ആവുന്നതോടുകൂടി നമ്മുടെ പഴയ പാസ്വേഡുകളൊക്കെ ഇറേസ് ആയി പോകും. അതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഫോണിലുള്ള യാതൊരുവിധ ഡേറ്റാസുകളും ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോവുകയില്ല. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. യാതൊരുവിധ ഡേറ്റാസുകൾ നഷ്ടപ്പെട്ടു പോവുകയില്ല. വൈഫൈ റീസെറ്റ് ആവുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.